നമ്മളിപ്പോൾ ഏത് സമയത്തും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ ഫോണിൽ ഒരുപാട് ടിപ്സ് ട്രിക്സുകളുണ്ട്. നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ട്രിക്സുകളുണ്ട്, ഒരുപാട് ടിപ്സുകളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട്. പലതും അപ്ലോഡ് ചെയ്തിട്ട് ഇനി ഒരുപാട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കിന്ന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 ട്രിക്സുകൾ നോക്കാം. ഒന്നാമത്തത്, നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവായിരിക്കരുതല്ലേ. വാട്സപ്പിൽ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യും, ഫോട്ടോ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യും. ഇങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്യുന്നേരം ഉള്ള ഒരു ട്രിക്ക് അതെന്താണ് നമ്മളൊന്ന് എടുത്തു നോക്കുക. ഞാൻ വാട്സപ്പിൽ ഒരു കോൺടാക്ട് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് എനിക്കൊരു ഫോട്ടോ അയക്കണം. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഇതിൽ നമ്മൾ ഈ പെൻസിൽ ഐക്കൺ ഉപയോഗിക്കും. പെൻസിൽ ഐക്കൺ ഉപയോഗിക്കുന്ന നേരം സാധാരണ നമുക്ക് കിട്ടുക ഒരു എഴുത്ത്, ഇതാ നോർമലായിട്ടുള്ളൊരു എഴുത്തായിരുന്നു. അത് കളർ മാറ്റി മാറ്റി എടുക്കും. നമുക്ക് റെഡ്, പച്ച ഒക്കെ എടുക്കാം. ഈ കളർ മാറ്റലല്ലാണ്ട് ഇനിയിപ്പോൾ 3 ഓപ്ഷൻ കൂടി താഴെ വന്നിക്കട്ടോ. എന്താ, ഒന്നാമത്തത് ചെറിയ എഴുത്ത്, കണ്ടാ വളരെ ചെറുത്. രണ്ടാമത്തത് അതിലും കുറച്ച് വലുത്. മൂന്നാമത്തത് ഇച്ചിരി വലിയത്. ഇതൊക്കെ നമുക്ക് ബാക്ക് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഈ എഴുത്ത് എഴുതാം. ഇനി നമുക്ക് കുറേ ആളെ ഫോട്ടോ, ഒന്നിച്ചുള്ള ഫോട്ടോ സെൻഡ് ചെയ്യണം. അതിൽ 1-2 ആൾക്കാരെ മുഖം കാണിക്കരുത്. 1-2 ആൾക്കാരെ നമുക്ക് ബ്ലർ ചെയ്യണം. അതിന് സാധാരണ നമ്മൾ ഒരു ഇമോജി ഒക്കെ വെച്ചിട്ട് മറക്കലുണ്ടായിരുന്നു. ഇനി ഇമോജി വെച്ച് മറക്കേണ്ട ആവശ്യമില്ല. താഴെ ഒരു നക്ഷത്ര ചിഹ്നം. ഇതെന്ത് ചിഹ്നം? ഇത് നക്ഷത്രം അല്ലാലോ. മേലോട്ടും താഴോട്ടുള്ള 2 അമ്പിന്റെ ചിഹ്നം പോലത്തെ ഒരു ചിഹ്നം. ആ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് മുഖമാണോ നമുക്ക് മറക്കേണ്ടി ആ മുഖത്തുമ്പിൽ ഒന്നിങ്ങനെ ട്രാക്ക് ചെയ്തെടുത്താൽ നമുക്ക് ബ്ലറാക്കി കളയാം. മുഖം എന്നല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം, ഫോട്ടോത്തിലുള്ള ഒരു ഭാഗം മറച്ചു വെക്കണമെങ്കിൽ ഇതുപോലെ ബ്ലറാക്കി കളയാം. നമുക്ക് ഇമോജി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടിപൊളി ട്രിക്കല്ലേ. ഈ ഫീച്ചറുകൾ നിങ്ങളെ വാട്സപ്പിൽ വന്നിട്ടില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും വന്നോളൂ. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ എന്താ പുതിയ ട്രിക്ക്? അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് പോവുക. താഴെ എവിടെയെങ്കിലും കാണാം ഡിസേബിൾ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻസ്. അത് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്താൽ മാത്രം പോരട്ടോ, ഓൺ ചെയ്ത് അങ്ങ് പോയി കളണ്ട. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ യൂട്യൂബിൽ നിന്നുള്ള നോട്ടിഫിക്കേഷന് സൗണ്ട് വരരുത്. ഇതിങ്ങനെ ഒച്ച ഉണ്ടാകില്ല. നിൽക്കാണ്ട് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒച്ച ഉണ്ടാവും. ഈ ഒച്ച ഒഴിവാക്കിയതിന് ഇതുമ്മിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാം. ഏത് ടൈം മുതൽ ഏത് ടൈം വരെ. ഇപ്പം 10 മണി മുതൽ 8 മണി വരെ നമുക്ക് യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈമിലാണോ വേണ്ടത് ആ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് യൂട്യൂബിലെ നോട്ടിഫിക്കേഷന് ഒരൊച്ച ഉണ്ടാകുകയില്ല, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യല. സംഭവം അതും പൊളിയല്ലേ. അപ്പോൾ ഈ 2 ട്രിക്കുകളിൽ നിങ്ങൾക്ക് ഏതാണ് ഉപകാരപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് നമുക്ക് ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.